walk on air, walk on eggshells, walking into the lion's den. ഈ ഇഡിയംസ് കേട്ടിട്ടുണ്ടോ? ഹായ്, ഡോട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CGL 2023 ചോദിച്ച ഇഡിയംസ് ആണ്. ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇഡിയംസിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ 15-ലധികം ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ ഗിവൺ ഇഡിയം കറക്റ്റ്ലി. ഏതാണ് ഇഡിയം? എ ഡൈം എ ഡസൻ. സോ എ ഡൈം എ ഡസൻ എന്ന് പറയുന്നത് സെൻറ്റൻസസിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് അത് കറക്റ്റായിട്ട്, ആ ഇഡിയം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുഴുവൻ വായിച്ച് നോക്കിയാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇത് ലെങ്തി സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് കുറച്ച് സമയം പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് എന്നാലും വായിച്ച് നോക്കാം. ഓക്കെ. Her ideas were worth a dime a dozen and didn't impress the boss. The concert tickets were a dime a dozen. A dime a dozen. Okay, a dime a dozen and sold out quickly. The restaurant had some delicious desserts that were a dime a dozen. The antique store had some rare finds but they were a dime a dozen. So in fact നമുക്ക് ഈ dime a dozen എന്ന് പറയുന്ന വേർഡ് അഥവാ ഈ ഫ്രേസ്, ഈ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതെവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നറിയാൻ പറ്റുള്ളൂ. അ ഡൈം അ ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോമൺ പ്ലേസ്, നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എങ്കിൽ നമ്മൾ പറയുന്നത് ദാറ്റ്സ് എ ഡൈം അ ഡസൻ. ഒരുപാട് കാണാനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു വാല്യൂം ഇല്ലാത്ത സാധനം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് താഴെ നിന്നൊന്ന് നോക്കിയാലോ, ഈ ഓപ്ഷൻ ഡി നോക്കിയാലോ. ദ ആൻറ്റീക് സ്റ്റോർ ഹാഡ് സം റെയർ ഫൈൻസ്. വളരെ റെയർ ആണെങ്കിൽ അത് എ ഡൈം എ ഡസൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് നമ്മുടെ ആൻസർ അല്ല. അതായത് ഓപ്ഷൻ സി, ദ റെസ്റ്റോറൻറ്റ് ഹാഡ് സം ഡെലീഷ്യസ് ഡെസേർട്സ്. സോ സം ഡെലീഷ്യസ് ഡെസേർട്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് വെയർ എ ഡൈം എ ഡസൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല, കാരണം വളരെ കുറച്ചേ ഉള്ളൂ, അഥവാ സം മാത്രമേ ഉള്ളൂ. സോ സം എന്ന് പറയുന്നത് കോമൺ പ്ലേസ് അല്ല, നമുക്ക് എവിടെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നമുക്ക് ആൻസർ വരില്ല. ദ കോൺസേർട്ട് ടിക്കറ്റ്സ് വെയർ എ ഡൈം എ ഡസൻ ആൻഡ് സോൾഡ് ഔട്ട് ക്വിക്ക്ലി എന്ന് പറയുമ്പം ഒരുപാടുണ്ടെങ്കിൽ പെട്ടെന്ന് സെൽ ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം ഒരുപാടുണ്ട്. വളരെ കുറച്ചുള്ളത് കൊണ്ട് മാത്രമാണ് അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയത്. നമ്മൾ പറയാറില്ല കുറച്ച് സീറ്റ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ ശരിയാണോ നോക്കിയാലോ. ഹെർ ഐഡിയാസ് വെർ വർത്ത് എ ഡൈം എ ഡസൻ ആൻഡ് ഡിഡ്ന്റ് ഇംപ്രസ് ദ ബോസ്. സോ ദാറ്റ് മീൻസ് വാട്ട്? അത് ബോസിനെ ഇംപ്രസ് ചെയ്യാൻ മാത്രമുള്ള ഒരു എന്താണ് യുണീക്ക് ഐഡിയ ഒന്നും അല്ല, അതൊരു കോമൺ പ്ലേസ് ഐഡിയ ആണ്, എല്ലാവർക്കും ഉള്ള ഐഡിയ ആണ്, നോട്ട് അറ്റ് ഓൾ വാല്യൂബിൾ. അതുകൊണ്ട് തന്നെ ബോസിനെ അത് ഇംപ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡൈം എ ഡസൻ എന്ന് പറയുന്ന ഇഡിയം എങ്ങനെ യൂസ് ചെയ്തു എന്ന് നമുക്കറിയണം. ജസ്റ്റ് മീനിങ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെ യൂസ് ചെയ്തു എന്ന് നമുക്കറിയണം. പിന്നെ ഇത് 4 സെൻറ്റൻസും വായിച്ചിട്ട് ആ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് പ്രോസസ്സ് ചെയ്യണം, ഇതിങ്ങനെ വരുന്നില്ല എന്നുള്ളത്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇത് 3ഉം ഒരേ ടൈപ്പാണ്, അതായത് റെയർ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബിയും സിയും ഡിയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇതായിരിക്കും നമുക്ക് വരാൻ സാധ്യത. എനിവേസ് അത് പഠിച്ചു വെക്കുക. സംതിങ് വെരി കോമൺ പ്ലേസ്, സംതിങ് വെരി കോമൺ ആയിട്ട് കാണുന്നത്, കോമൺ പ്ലേസ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അനദർ വേർഡ് ഈസ് യുബീക്വിറ്റസ്. യുബീക്വിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വാല്യൂം ഇല്ലാത്ത സാധനം എന്നാണ് എ ഡൈം എ ഡസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഇഡിയം കൂടിയുണ്ട് കേട്ടോ, സെയിം മീനിങ് വരുന്ന എ ഡൈം എ ഡസൻ പോലെ തന്നെ വരുന്ന ഒരു ഇഡിയം കൂടിയുണ്ട്. 2 or 10 a penny. 2 a penny എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 10 a penny എന്നും പറയാം കേട്ടോ. 2 a penny അല്ലെങ്കിൽ 10 a penny എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്, അതായത് ഒരു ഇഡിയം കൂടിയുണ്ട്. സെയിം മീനിങ് ആണ്, കോമൺ പ്ലേസ് ആണ്, therefore നോട്ട് വാല്യുബിൾ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. എന്താണ്? ഡു നോട്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ് വെൻ യു ഹാവ് എനിത്തിങ് ടു സേ. സോ ഇതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഡിയമാണ്, ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ്: ടു ട്രൈ ടു ഇൻഫ്ലുവൻസ്, ടു ഷിഫ്റ്റ് ബ്ലെയിം ഓൺ അതേഴ്സ്, ടു ആർഗ്യൂ, ടു അവോയ്ഡ് ഗിവിങ് എ ഡെഫിനിറ്റ് ആൻസർ ടു പൊസിഷൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആൻസർ വരുന്നത്? ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ കാര്യത്തിലേക്ക് വരുന്നില്ല, പകരം എന്താണ് ഇങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പെർസ്വേഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ കാര്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ബീറ്റ് അബൌട്ട് ദ ബുഷ്. ഡയറക്റ്റ്ലി ബുഷിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ടു അവോയ്ഡ് ഗിവിങ് എ ഡെഫിനിറ്റ് ആൻസർ ഓർ
പൊസിഷൻ, ഒരു ഡെഫിനിറ്റ് ആൻസറോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് കാര്യമോ ഒന്നും പറയുന്നില്ല, ഒരു ഡെഫിനിറ്റ് പൊസിഷനും നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ചില സമയത്ത് ചില പ്രസ് കോൺഫറൻസിലൊക്കെ നമ്മളിത് കാണാറുണ്ട് അല്ലേ, ചോദ്യം ചോദിച്ചാലല്ല മറുപടി പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ദേ ഗോ അറൗണ്ട്, സോ ദേ ബീറ്റ് അബൌട്ട് ദി ബുഷ്. സോ വെൻ യു ഹാവ് എനിത്തിങ് ടു സേ, ഡു നോട്ട് ബീറ്റ് അബൌട്ട് ദി ബുഷ്. നെക്സ്റ്റ് ഇഡിയമാണ് ബാക്ക് അഗെയിൻസ്റ്റ് ദ വാൾ. സോ ബാക്ക് അഗെയിൻസ്റ്റ് ദ വാൾ എന്നാണ് പറയുന്നത് അല്ലേ, ഒന്ന് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. ബി ഇൻ ആൻ ഈസി സിറ്റുവേഷൻ വെയർ എസ്കേപ്പ് ഈസ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഈസി സിറ്റുവേഷനിൽ എസ്കേപ്പ് ഡിഫിക്കൽട്ട് ആവാൻ പറ്റും. ദെയർ ഇസ് ലോജിക്കലി സം പ്രോബ്ലം. ഈ ഒരു ഓപ്ഷനിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ, ലോജിക്കലി എന്തോ പ്രശ്നമുണ്ട്. ബി ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വെയർ എസ്കേപ്പ് ഇസ് ഡിഫിക്കൽട്ട്, ദാറ്റ് ഇസ് ഫൈൻ. ഇല്ല, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ എസ്കേപ്പും ഡിഫിക്കൽട്ട് ആയിരിക്കും. ബി ഇൻ എ റിലേഷൻഷിപ്പ് വിച്ച് വൺ വാണ്ട്സ് ടു എസ്കേപ്പ്. ബി ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വെയർ എസ്കേപ്പ് ഈസ് ഈസി. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എസ്കേപ്പ് ഈസി ആവുന്നത്? ഓക്കെ, സോ ലോജിക്കലി പോസിബിൾ അല്ലാത്ത രണ്ട് സെൻറ്റൻസസ് ആണ് എയും ഡിയും. രണ്ട് ഓപ്ഷൻസ് ആണ് എയും ഡിയും. അപ്പോൾ നമുക്ക് ബിയും സിയുമാണ് നോക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഇഡിയം ഒന്ന് ഇമാജിൻ ചെയ്യാം. എന്താണ് ഈ ബാക്ക് അഗെയിൻസ്റ്റ് ദ വാൾ എന്ന് പറയുന്നത്? നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു റൂട്ടും ഇല്ല. വെൻ യുവർ ബാക്ക് ഈസ് അഗെയിൻസ്റ്റ് ദ വാൾ, ബാക്ക് വാളിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുതന്നെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ യു ആർ ഇൻ എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വെയർ എസ്കേപ്പ് ഇസ് ഡിഫിക്കൾട്ട്. അതുതന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ഐഡിയ നമുക്ക് നോക്കാം. ടു പ്രൈം ദ പമ്പ്. ടു പ്രൈം ദ പമ്പ് എന്ന് പറയുന്നത്, പമ്പ് പ്രൈം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കണ്ടിട്ടും ഉണ്ടാകും. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ പമ്പ് പ്രൈം ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇത് ഓർത്താൽ മതി. എന്തായാലും നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ഈ ഇഡിയം എങ്ങനെയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്? മാനിപ്പുലേറ്റ് സം വൺ ടു അച്ചീവ് സക്സസ്, എൻകറേജ് ദ ഗ്രോത്ത് ഓർ ആക്ഷൻ ഓഫ് സംതിങ്, ടു യൂസ് എ പമ്പ് എഫിഷ്യൻ്റ്ലി, ആസ്ക് അതേഴ്സ് ടു ബി ആംബിഷ്യസ്. ഈ പ്രൈം ദ പമ്പിൽ എന്തായാലും പമ്പിനെ കുറിച്ചേ ആയിരിക്കില്ല പറയുന്നത്. എപ്പോഴും ഇഡിയം അറിയാലോ, ആ പറയുന്ന വേർഡിനെ കുറിച്ചല്ല, പകരം വേറെ എന്തോ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഓപ്ഷൻ സി എന്തായാലും വരാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഈ പമ്പ് പ്രൈം ചെയ്ത് കൊടുക്കുന്നത്? വെള്ളം വരാതിരിക്കുമ്പം ഒരു എൻകറേജ്, ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് പ്രൈം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ടു എൻകറേജ് ദ ഗ്രോത്ത് ഓർ ആക്ഷൻ ഓഫ് സംതിങ്. എന്തിൻ്റെയോ ഗ്രോത്തോ അല്ലെങ്കിൽ എന്തിൻ്റെയോ ആക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്, പ്രൈം ദ പമ്പ്. പ്രത്യേകിച്ചും ഈ ഇക്കോണമിയൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും അല്ലെങ്കിൽ ഗ്രോത്ത് കൂട്ടാനും പുതിയ സ്കീംസുമായിട്ട് ഗവൺമെൻറ് വരാറുണ്ട്. അത് നമ്മൾ പറയുന്നത് പ്രൈം ദ പമ്പാണ്. ഇക്കോണമിയിൽ ഒരു ബൂസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ മെക്കാനിസമോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് പ്രൈം ദ പമ്പ്, എൻകറേജ് സംതിങ് അല്ലെങ്കിൽ എൻകറേജ് ദ ഗ്രോത്ത് ഓർ ആക്ഷൻ ഓഫ് സംതിങ്. നൗ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? ബാഡ് അയേൺ. ബാഡ് അയേൺ എന്ന് പറയുമ്പം ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? നോ സ്റ്റീം, നോട്ട് ഹോട്ട്, ബാഡ് ലക്ക്, ബാഡ് ബിഹേവിയർ. സോ ബാഡ് അയേൺ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനിത്തിങ് ഗുഡ്. എന്തായാലും ഒന്നും നല്ലതായിരിക്കില്ല. നല്ലത് ഓപ്ഷൻ ഇല്ല എന്നാലും ഇല്ല, എല്ലാം നോ സ്റ്റീമാണ്, നോട്ട് ഹോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നോട്ട് ഹോട്ട് വരാനുള്ള സാധ്യത തീരെയില്ല. ബാഡ് അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ബാഡ് ലക്കാണ്. ബാഡ് ലക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല. സോ ദാറ്റ്സ് എ ബിറ്റ് ഓഫ് ബാഡ് അയൺ. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുന്ന ഒരാളാണ്, മാർക്കറ്റ് ഇന്ന് ഡൗൺ ആണ്, അപ്പോൾ നമ്മൾ പറയും ദാറ്റ്സ് എ ബിറ്റ് ഓഫ് ബാഡ് ലക്ക്. നാളെ ശരിയാവുമായിരിക്കും, ബട്ട് ടുഡേ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ബാഡ് അയൺ. ബാഡ് ലക്ക് അല്ല, ടുഡേ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ബാഡ് അയൺ. സോ ബാഡ് അയൺ എന്ന് പറയുന്നത് ബാഡ് ലക്ക് എന്നുള്ളതാണ്. അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. എന്താണ് ഇത് വരുന്നത്? സ്വീറ്റി ഹാസ് ബീൻ ഡാഷ് സിൻസ് ഹർ പെയിൻറ്റിംഗ് വൺ ഫസ്റ്റ് പ്രൈസ്. സോ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇഡിയം, ഇതിൽ നിന്നും ഈ ഓപ്ഷനിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇഡിയംസ് നമ്മളിവിടെ ചൂസ് ചെയ്യണം. സ്വീറ്റി ഹാസ് ബീൻ ഡാഷ്, പെയിൻറ്റിങ് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തത് കൊണ്ട് എന്താണ് സ്വീറ്റിക്ക് ഉണ്ടാവുന്ന ആ ഒരു വികാരം, അത് നമുക്കിതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്കിംഗ് ഓൺ എഗ് ഷെൽസ്, വെയിറ്റിംഗ് ഇൻ ദ വിങ്സ്, വാക്കിംഗ് ഇൻ ടു ദ ലയൺസ് ഡെൻ ആൻഡ് വാക്കിംഗ് ഓൺ എയർ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യത്തെ നോക്കിയാൽ ഇതൊരു ഇഡിയമാണ്. വാക്കിംഗ് ഓൺ എഗ് ഷെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എഗ് ഷെല്ലിൻ്റെ മുകളിലേക്കൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ വൺ ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പം വളരെ കെയർഫുൾ ആവുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് സ്വീറ്റി കെയർഫുൾ ആവണം എന്നൊരർത്ഥം വരുന്നില്ലല്ലോ. സ്വീറ്റി ഹാസ് ബീൻ വാക്കിംഗ് ഓൺ എഗ് ഷെൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല. സോ അതായിരിക്കില്ല. വെയിറ്റിംഗ് ഇൻ ദ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓഫ് സ്റ്റേജ് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ആവശ്യം വരുമ്പം അവർ മുമ്പിൽ വന്ന് അവരുടെ പെർഫോമൻസ് കാണിക്കും എന്നുള്ളതാണ്. സോ വെയിറ്റിംഗ് ഇൻ ദ വിങ്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ.
അവരിതുവരെ ഇപ്പം ഇമ്പോർട്ടൻറ്റോ പ്രോമിനൻറ്റോ ആയിട്ടില്ല, പക്ഷെ ഒരാവശ്യം വരുവാണെങ്കിൽ ദേ ആർ റെഡി ആൻഡ് അവരൊരു പെർഫോമൻസ് തരും എന്നുള്ളതാണ്. അപ്പോൾ അതും ഇവിടെ വരുന്നില്ല. വാക്കിംഗ് ഇൻ ടു ദ ലയൺസ് ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സിംഹത്തിൻ്റെ മടയിലേക്ക് കയറിപ്പോവുക. സിംഹത്തിൻ്റെ മടയിലേക്ക് കയറിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ഇൻറ്റൻഷനലി ഒരു ഡിഫിക്കൾട്ടോ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്ത ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി വാക്കിംഗ് ഓൺ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീങ് എക്സ്ട്രീംലി ഹാപ്പി, ഭയങ്കര ഹാപ്പി ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഇതായിരിക്കുമല്ലോ അല്ലേ, വാക്കിംഗ് ഓൺ എയർ. സ്വീറ്റി ഹാസ് ബീൻ വാക്കിംഗ് ഓൺ എയർ. സോ ദാറ്റ് മീൻസ് സ്വീറ്റി അത്രയും സന്തോഷവതിയാണ്, ബിക്കോസ് ഷീ വൺ ഫസ്റ്റ് പ്രൈസ് ഇൻ പെയിൻറ്റിങ്, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്. ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻസ് നോക്കിയാലോ. കോൺഫിഡൻറ്റ് ഓഫ് വിക്ടറി, കൈൻഡ് ടുവേർഡ്സ് ദ വീക്ക്, ഡിറ്റർമിൻഡ് ടു സ്ട്രൈക്ക്, ജസ്റ്റ് ബെയർലി. ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തലനാരിഴയ്ക്ക് എന്ന് നമ്മൾ പറയുന്നില്ലേ, അതാണ് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്. അപ്പം അങ്ങനെ വരുമ്പം ഏതായിരിക്കും ആൻസർ വരുന്നത്? ജസ്റ്റ് ബെയർലി. നമ്മൾ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്. സോ ജസ്റ്റ് ബെയർലി, അതായത് അത്രയ്ക്ക് ചെറിയ ഒരു പക്ഷെ അങ്ങോട്ട് മാറിയെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്. അതേപോലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പം കാറ് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി, സമയത്തിന് എത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ 10 മണിക്കാണ് ഇൻ്റർവ്യൂ എങ്കിൽ കറക്റ്റ് 10 മണിക്ക് നമ്മൾ എത്തുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഐ റീച്ച്ഡ് ദി വെന്യൂ. പക്ഷേ അതെങ്ങനെയായിരുന്നു? ബൈ ദ സ്കിൻ ഓഫ് മൈ ടീത്ത്. അത്ര ജസ്റ്റ് ബെയർലി, അങ്ങനെ അങ്ങ് എത്താൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ് വരുന്നത്. അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം ത്രൂ തിക്ക് ആൻഡ് തിൻ. അപ്പോൾ ഇതൊരു കോമൺ ഇഡിയമാണ്. ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുമ്പം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? തിക്കായിരിക്കുമ്പോഴും തിന്നായിരിക്കുമ്പോഴും എന്നാണ്. അപ്പോൾ അതിനർത്ഥം ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കിയാലോ. ഓൺലി അസിസ്റ്റ് ഡ്യൂറിങ് ഗുഡ് ടൈംസ്, ഹോപ്പ് ഡ്യൂറിങ് ട്രൈയിങ് ടൈംസ്, ഇൻ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ്, വീക്ക് ആൻഡ് ലോൺലി. ഏതായിരിക്കും ആൻസർ വരുന്നത്? തിക്ക് ആൻഡ് തിൻ എന്ന് പറയുമ്പം നല്ല സമയത്തും അതേപോലെ മോശ സമയത്തും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഇൻ ഗുഡ് ടൈംസ് ആൻഡ് ഇൻ ബാഡ് ടൈംസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ട്രൈയിങ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫിക്കൾട്ട് ടൈംസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഡിഫിക്കൾട്ട്. അപ്പോൾ ഈ മോശം സമയവും വെറും നല്ല സമയവും മാത്രമല്ല, 2 സമയങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ നമ്മൾ എന്താ പറയുന്നത്? ഹി ഹാസ് ബീൻ വിത്ത് മീ ത്രൂ തിക്ക് ആൻഡ് തിൻ. അതായത് നല്ല സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതേപോലെ എനിക്ക് കഷ്ടപ്പാട് വന്നപ്പോഴും പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. സോ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ഇഡിയം, ഇതിലേത് ഓപ്ഷനാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്? ബ്ലെസ്സിങ് ഡിസ്ഗൈസ് എന്ന് പറയുന്ന ഇഡിയം സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുഴുവൻ ഓപ്ഷനും ഒന്ന് വായിച്ചു നോക്കണം. ഫസ്റ്റ് വൺ എന്താ വരുന്നത്? ഹാസ് എ ഗുഡ് ഇഫക്റ്റ് ഈവൻ ദോ അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംഡ് ടു ബി ബാഡ്. Second one, when a simple solution solves a problem very well. Has a very good effect on a situation or a thing. When things get better and better when least expecting it. Blessing in disguise ഒരു കോമൺ ഇഡിയമാണ്. നമുക്കെന്താണ്, ആദ്യം നമുക്കത് മോശമാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് നമുക്കതൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുവാണ്. സോ ദാറ്റ് ഈസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേഷം മാറിയിട്ട്. അപ്പം സാധനം ബ്ലെസ്സിങ് ആണ്, പക്ഷെ അതിൻ്റെ വേഷം മാറ്റിയത് എങ്ങനെയാണ്? അതൊരു മോശം കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, ചില ജോബിൽ നിന്ന് നമ്മളെ പുറത്ത് നമ്മൾ ഡിസ്മിസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ആദ്യം തോന്നുന്നത് അതൊരു മോശം കാര്യമാണ്, ദാറ്റ്സ് ബാഡ് ലക്ക്. ബട്ട് ദെൻ ദാറ്റ് കുഡ് ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഇഫ് യു ഗെറ്റ് എ ബെറ്റർ ജോബ്. അതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടുമ്പം നമ്മൾ പറയാറുണ്ട്, നേരത്തെ എന്നെ ആ ജോബിൽ നിന്ന് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തതോ അതെന്താണ്? അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിലേതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഹാസ് എ ഗുഡ് ഇഫക്റ്റ് ഈവൻ ദോ അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംഡ് ഇറ്റ് വുഡ് ബി ബാഡ്. സോ ഗുഡ് ഇഫക്റ്റ് ആണ്, പക്ഷെ ആദ്യം നമുക്ക് തോന്നും അതൊരു മിസ്ഫോർച്യൂണോ ഒരു ബാഡ് ലക്കോ ആയിട്ട് നമുക്ക് തോന്നും. പിന്നീട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുവാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. വേറെ ഒന്നും വരില്ല. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഓപ്ഷൻസും നമ്മൾ വായിച്ചു നോക്കണം. ഇതിപ്പോൾ ഇവിടെ ഓപ്ഷൻ എ വായിച്ചു നോക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ബേസിക്കലി അറിയാവുന്ന ഒരാൾക്ക് ഉത്തരം എഴുതാം. പക്ഷേ ഈ ഓപ്ഷൻ നാലാമത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ 3 ഓപ്ഷനും വായിച്ചിട്ടാണ് 4-മത്തേൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ സമയം ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഒരു റീഡിങ് സ്പീഡ് കുറച്ച് നന്നായിട്ട് തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് 25-മത്തെ, അതായത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഹാസ് ഹി ലോസ്റ്റ് ഹിസ് മൈൻഡ്, ഹീ ഈസ് ഫാളിങ് ഫൗൾ ഓഫ് എവ്രിബഡി. ലോസ്റ്റ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാസ് എ ബിക്കം ക്രേസി, അയാൾക്ക് എന്താ ഒരു ക്രേസിയാണോ അയാൾ ഹീസ് ഫോളിങ് ഫൗൾ ഓഫ് എവ്രിബഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഫോളിങ് ഫൗൾ ഓഫ് എവ്രിബഡിയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഈ ഓപ്ഷൻസ് നമുക്ക് നോക്കണം. എന്താ അത്? ക്വൈറ്റ് പസിൽഡ് വിത്ത്, റൈറ്റ്. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് എ സോർട്ട് ഓഫ് കോൾഡ്നെസ്, ഹാവിങ് ആൻ അമിക്കബിൾ ടോക്ക് വിത്ത്, ഓപ്ഷൻ ഡി ക്വാറലിംഗ് വിത്ത്. ഈ 4 ഓപ്ഷൻസും കുറച്ച് കട്ടി വേർഡ്സ് ആണ് അല്ലേ? ക്വൈറ്റ് പസിൽഡ്, വെൻ ആർ യു പസിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. പസിൽസ് അങ്ങനെയല്ലേ, പസിൽസ് നമ്മൾ കുറേ നേരം ഇരുന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ആർ ക്വൈറ്റ് പസിൽഡ് വിത്ത്, എന്ത് ചെയ്യണം എന്നറിയില്ല. രണ്ടാമത്തെ എന്താണ്? മെയിൻറ്റെയിനിങ് എ സോൾട്ട് ഓഫ് കോൾഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കോൾഡ് എപ്പോഴാവുന്നത്? നമ്മൾ ഒരാളോട് അടുത്ത് ഇടപഴകുന്നില്ല. സോ യു ആർ വെരി കോൾഡ്, ഒരു വോംത്തൊന്നുമില്ല, നമ്മൾ ദൂരെ മാറി നിൽക്കുവാണ്, ദാറ്റ് ഇസ് കോൾഡ്നെസ്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഹാവിങ് ആൻ അമിക്കബിൾ ടോക്ക് വിത്ത്. അമിക്കബിൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിക്കബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഫ്രണ്ട്ലി എന്നാണ്. സോ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, അതെന്തായാലും വരാൻ സാധ്യതയല്ലോ. നമ്മൾ ഒരാൾക്ക് മൈൻഡ് നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാനുള്ള റീസൺ അയാൾ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണോ? അല്ല, അയാൾ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. സോ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ക്വാറലിംഗ് വിത്ത്. സോ ടു ഫോൾ ഫൗൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? ക്വാറലിംഗ് വിത്ത്. ഫോൾ ഫൗൾ ഓഫ് മീൻസ് ടു ക്വാറൽ വിത്ത് പീപ്പിൾ. ഫോൾ ഫൗൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോൾ എ ഫൗൾ എന്നും പറയാം. രണ്ടായാലും ഒരേ മീനിങ് ആണ്. ആൾക്കാരോട് ഡിസഗ്രി ചെയ്യുക, ആൾക്കാരോട് എന്താണ് ക്വാറൽ ചെയ്യുക അല്ലേ? അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അയാൾക്ക് എന്താണ് മൈൻഡ് നഷ്ടപ്പെട്ടോ? വാട്ട് ഈസ് ഹി ഡൂയിങ്? അയാൾ എല്ലാവരോടും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരോടും എന്താണ് അടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്വാറൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയമാണ് ടു ബി ഇൻ 2 minds. അതിൽ തന്നെ നമുക്ക് ആ ഇഡിയമിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ടു ബി ഇൻ 2 minds ആണ്, 2 മൈൻഡാണ് അല്ലേ? ഓപ്ഷൻസ് നോക്കിയാൽ ടു ബി ഡോമിനേറ്റഡ് ബൈ സമ്മൺ എൽസ്, ടു വർക്ക് ഓൺ സമ്മൺ എൽസസ് അഡ്വൈസ്, ടു ബി ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേറ്റ്, ടു ബി അൺസർട്ടൻ. ഓപ്ഷൻ നോക്കി ഉത്തരം പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും ആൻസർ വരുന്നത്? ടു ബി അൺസർട്ടൻ. നമുക്ക് ഉറപ്പില്ല ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ഉറപ്പില്ല. ബിക്കോസ് യു ആർ ഇൻ 2 minds. നമുക്ക് കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം? ടു ബി ഓർ നോട്ട് ടു ബി അല്ലേ? ഹാംലെറ്റിൽ പറയുന്നത് പോലെ ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ അതുപോലെ നമുക്കൊരു കൺഫ്യൂഷനാണ്, ചെയ്യണോ ചെയ്യണ്ടേ, ചെയ്താൽ പ്രശ്നമാവോ, ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവോ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ടു ബി ഇൻ 2 minds. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്, നോട്ട് ജസ്റ്റ് SSC, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇഡിയമാണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. സോ എന്താണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്? ഫ്ലുവൻസി ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫസ്റ്റ് സ്പീച്ച്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. സോ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത് സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ നന്നായി സംസാരിക്കുക, ഫ്ലുവൻസി ഓഫ് സ്പീച്ച്. അതായത് പെർസ്വേസീവായിട്ട് സംസാരിക്കുക, അത് നമ്മളെ പെർസ്വേഡ് ചെയ്യുക, പെർസ്വേസീവ് സ്പീച്ചാണ്. ടു സ്പീക്ക് പെർസ്വേസീവ്ലി, നമ്മളെ സംസാരിച്ച് അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരും. ഈ സെയിൽസ് പേഴ്സൺസ് ഒക്കെ ദേ ഹാവ് ദിസ് ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ്. നമ്മൾ സാധനം വാങ്ങണ്ട എന്ന് വിചാരിച്ചാലും നമ്മൾ വാങ്ങിപ്പോകുന്നത് പലപ്പോഴും അത് അവരുടെ ഒരു കഴിവാണ്. ടു സ്പീക്ക് പെർസ്വേസീവ്ലി, ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ്. നെക്സ്റ്റ് ഇഡിയം നമുക്ക് നോക്കിയാലോ, ഗെറ്റ് ഇൻ ടു എ സ്ക്രേപ്പ്. എന്താണ് ഗെറ്റ് ഇൻ ടു എ സ്ക്രേപ്പ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. റൈറ്റ്, ക്രിയേറ്റിംഗ് എ പ്രോബ്ലം, സോൾവിങ് എ പ്രോബ്ലം, എക്സ്പ്ലെയിനിങ് എ പ്രോബ്ലം, ഇൻവോൾവ് ഇൻ എ പ്രോബ്ലം. സോ ദി ഇഡിയം മീൻസ് സംതിങ് റിലേറ്റഡ് ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് ഗെറ്റ് ഇൻ ടു എ സ്ക്രേപ്പ്. സോ ഗെറ്റ് ഇൻ ടു സ്ക്രേപ്പ് കേട്ടോ, ഏ സ്ക്രേപ്പിൽ ഗെറ്റ് ഇൻ ടു സ്ക്രേപ്പ് എന്ന് പറയുമ്പം അതിനർത്ഥം ഒരു പ്രശ്നത്തിൽ പെടുക എന്നുള്ളതാണ്, ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയി പോവുക എന്നുള്ളതാണ്. സോ ഇൻവോൾവ് ഇൻ എ പ്രോബ്ലം എന്നുള്ളതാണ് ഗെറ്റ് ഇൻ ടു സ്ക്രേപ്പ്. യു ഗെറ്റ് ഇൻ ടു എ പ്രോബ്ലം, പ്രശ്നത്തിൽ പെടുക. ഓക്കെ, നമുക്ക് അടുത്ത ഇഡിയം നോക്കിയാലോ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ ഇഡിയം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇഡിയം എഴുതിയിട്ടുണ്ട്, ആ ഇഡിയത്തിൽ ഒരു വേർഡിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതിന് പകരം വേറൊരു അതിൻ്റെ എക്സാക്റ്റ് വേർഡ് ഏതാണ്, ആ ഇഡിയത്തിൻ്റെ വേർഡ് ഏതാണ്, ആ വേർഡ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഡിയം
എങ്ങനെയാണ് ആ ഇഡിയം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇഡിയത്തിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചിരിക്കണം, ആ ഇഡിയം എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിരിക്കണം. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 4 സെൻറ്റൻസിൽ ഒരു ഇഡിയം എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. മൂന്നാമത്തത് ഇഡിയം ഓരോ വേർഡും ആ ഇഡിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണെന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്രയും ക്ലാരിറ്റി നമുക്കൊരു വേർഡ് അല്ലെങ്കിൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഷീ ഈസ് ആൻ ഓഫുൾ ബോർ, ഷീ ഈസ് ഓൾവേസ് ബ്ലോയിങ് ഹെർ ഓൺ സാക്സോഫോൺ. സോ ഇതൊരു വളരെ കോമൺ ഇഡിയമാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താണ് ബ്ലോയിങ് ഹെർ ഓൺ? എന്താ വരുന്നത്? സാക്സോഫോൺ അല്ല, പകരം എന്താ വരുന്നത്? ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഫ്ലൂട്ട്, ലയർ, ട്രംപറ്റ്, വയലിൻ. ഏതായിരിക്കും ആൻസർ വരുന്നത്? ബ്ലോ ഹെർ ഓൺ ട്രംപറ്റ്. സാക്സോഫോൺ അല്ല, നമ്മൾ എന്താ പറയുന്നത്? ട്രംപറ്റ്. സോ ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറയുന്ന ഇഡിയമിൻ്റെ മീനിങ് എന്താ വരുന്നത്? ടു ബോസ്റ്റ് അബൌട്ട് വൺ സെൽഫ്, നമ്മളെ തന്നെ പൊക്കി പറയുക, സ്വയം പുകഴ്ത്തൽ. ടു ബോസ്റ്റ് അബൌട്ട് വൺ സെൽഫ് അല്ലെങ്കിൽ ടു ബ്രാഗ് എന്ന് നമുക്ക് പറയാം. ഞാനൊരു സംഭവമാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാവുന്നത് എന്താണ്? ഓ, ദ പേഴ്സൺ ഈസ് ബ്ലോയിങ് ഹിസ് ഓൺ ട്രംപറ്റ്, ദ പേഴ്സൺ ഈസ് ബ്ലോയിങ് ഹെർ ഓൺ ട്രംപറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ടു ബ്രാഗ് അബൌട്ട് യുവർ സെൽഫ്, ടു ബോസ്റ്റ് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, സോ ഇതൊരു കോമൺ ഇഡിയമായിട്ട് നമുക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല. സാക്സോഫോൺ അല്ല, പകരം എന്താണ്? ട്രംപറ്റ് ആണ്. ഇതെല്ലാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫ്ലൂട്ട് ആയാലും, ഫ്ലൂട്ട് നമുക്കറിയാവുന്നതല്ലേ, വയലിൻ അറിയാം. ലയർ എന്ന് പറയുന്നതും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ ആൻസർ വരുന്നത് മറക്കരുത്, ട്രംപറ്റ് ആണ്. അപ്പോൾ ഈ സെഷനിൽ ലാസ്റ്റ് ഇഡിയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. ബ്ലോ സംതിങ് ഔട്ട് ഓഫ് ഓൾ പ്രൊപ്പോർഷൻ. ബ്ലോ സംതിങ് ഔട്ട് ഓഫ് ഓൾ പ്രൊപ്പോർഷൻ. ഓപ്ഷൻസ് നോക്കിയാലോ. മേക്ക് തിങ്സ് ഡിഫിക്കൽട്ട് ഫോർ സം വൺ വിതൗട്ട് റീസൺ, leave someone at a time when they need you to stay and help them, control the level of something in order to stop it increasing, behave as if something that has happened is much worse than it really is. So ഈ ഒരു ഇഡിയം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ബ്ലോ സംതിങ്, ദാറ്റ് മീൻസ് ഒരു സാധനത്തെ നമ്മൾ ഊതി വീർപ്പിക്കുവാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ, ചെറിയ പ്രൊപ്പോർഷനുള്ള സാധനം നമ്മൾ ഊതി വീർപ്പിച്ച് വലുതാക്കുക. സോ ദാറ്റ് മീൻസ് എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇതിലേതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ? ബിഹേവ് ആസ് ഇഫ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇസ് മച്ച് വേഴ്സ് ദാൻ ഇറ്റ് റിയലി ഈസ്. അതായത് ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ നമ്മൾ ഊതി ഉറപ്പിച്ച് വലുതാക്കുക. അതാണ് ബ്ലോ സംതിങ് ഔട്ട് ഓഫ് ഓൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ വരുന്ന ഒരു ഇഡിയം കൂടിയുണ്ട്. മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. അതായത് ഒരു ചെറിയ മൺകൂനെ നമ്മൾ എന്താണ് വലിയ മൗണ്ടനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടും ആ മീനിങ് ആണ്. ബ്ലോ സംതിങ് ഔട്ട് ഓഫ് ഓൾ പ്രൊപ്പോർഷൻ ഓർ മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 15 ക്വസ്റ്റ്യൻസ് ഓൺ ഇഡിയംസ് ആണ്. പക്ഷേ 15ൽ കൂടുതൽ ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിന് കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്